ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഒരു ബെൽറ്റ് കംപ്ലൈൻ്റ് ആണ്. ബെൽറ്റാണോ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടുണ്ട്. ഏത് സമയത്തും പൊട്ടിപ്പോകാന്നുള്ള രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലച്ചിനുള്ള ബെൽറ്റൊന്ന് മാറ്റിയിടണം. അതുപോലെ ക്ലച്ചിനുള്ളിൽ അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുപോലെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തിടാം. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. വർക്കിങ്ങോ കറക്റ്റാണ്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ ഉണ്ടോ ഫുള്ളായിട്ട് ബ്ലോക്കാണ്. സർവീസൊന്നും കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നമാണത്. ഫുള്ളായിട്ട് ബ്ലോക്കായി കിടക്കണം. അപ്പോൾ നമുക്കത് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടണം. അതുപോലെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗ് ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ്. എയർ ഫിൽറ്റർ പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. കാണുമ്പോൾ വലിയ പഴക്കമൊന്നുമില്ലാത്ത പ്ലഗാണ് കിടക്കുന്നത്. എന്നാലും നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്തത്. എന്നാലും അതിനൊരു മൈലേജിൻ്റെ ഒക്കെ ഒരു കിട്ടുള്ളൂ. അതുപോലെ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ പറയും. അതാണ് അതൊക്കെ സ്പോഞ്ച് കൊണ്ടാണ്. അതൊക്കെ ഫുള്ളായിട്ട് പൊടിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ട് റൈസായി നിൽക്കുകയാണ്. അപ്പോൾ ഈ കേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ്. അപ്പോൾ ഈ ആക്സിഡൻറ്റിൻ്റെ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഈ ചോക്കിൻ്റെ കേബിളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ നമുക്ക് അതിൻ്റെ ഉപയോഗിക്കാം. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെ ബ്രേക്ക് ഷോ ആയാലും നേരെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിന് ഉപയോഗിക്കാം. അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസിൽ റീസെറ്റ് ചെയ്യാം. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു ക്രൗൺ ഒന്ന് മാറ്റിയിടണം. നമുക്ക് അതിൻ്റെ വർക്കിങ് കറക്റ്റില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡല് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ സെൽഫിൻ്റെ മോട്ടറൊക്കെ മാറ്റി സെറ്റ് ചെയ്താണ്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.85 8.9 ലെവലിലേക്ക് വോൾട്ട് കാണിക്കുന്നത്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാം നമുക്കിവിടെ. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കൂടുതൽ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ഇനി റിപ്പീറ്റ് എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബാറ്ററിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ സീറ്റിൻ്റെ കേബിൾ കറക്റ്റ് ലോക്ക് ആവുന്നില്ല. കറക്റ്റല്ല സീറ്റ് കേബിൾ. അപ്പോൾ സീറ്റിൻ്റെ ഈ കേബിളും കൂടി നമുക്കതൊന്ന് മാറ്റിയിടണം. ഓക്കെ. ഇത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിൽ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ പറയുന്നത് വാട്ടർ സർവീസാണ്. വാട്ടർ സർവീസ് നമുക്ക് ഈ രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് അയച്ച് വാഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സർവീസിന് വരുമ്പോഴാണ് ഇതേപോലെയൊക്കെ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട്. എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് അയച്ച് വാഷ് ചെയ്തിട്ട് എവിടെയെങ്കിലും തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തുരുമ്പ് കയറിയ ഭാഗം ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാങ്കിൻ്റെ ഉള്ളിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കരടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അയച്ചൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ടാങ്കിൻ്റെ ഉള്ളിൽ കേട്ടോ. കരടൊന്നുമില്ല. അപ്പോൾ ടാങ്കിൻ്റെ തൽക്കാലം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്ത് വരുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ ബെൽറ്റാണ്. ഡ്രൈവ് ബെൽറ്റ്, എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ, പ്ലഗ്, സെക്കൻഡ് എയർ ഫിൽറ്റർ ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് വീൽ കൂടി അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ ബാക്കിൽ ബ്രേക്ക് ഷോക്ക് പുതിയതാണ് കിടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റിയതായിരുന്നു. അതിന് ബ്രേക്കിൻ്റെ കേബിളൊക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് അയച്ചത് ക്ലീൻ ചെയ്യണം നമുക്ക്. അതുകൂടി ഒന്ന് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാം. ഓക്കെ. അതിന് നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.